ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന നടപടി പ്രതിഷേധാർഹം. കേരളത്തിൽ ക്രിസ്മസിന് കേക്കുമായി അരമനയിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ്. ക്രിസ്മസിന് കേക്കുമായിട്ട് അരമനകളിൽ കയറിയിറങ്ങുന്ന ആളുകളുടെ മനസ്സിൽ വർഗീയതയാണുള്ളത്, മതവിദ്വേഷമാണുള്ളത്. പൗരസ്വാതന്ത്ര്യത്തിന്റെയും വിശ്വാസ അവകാശങ്ങളുടെയും ലംഘനമാണ് ആവർത്തിച്ച് ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നത്. ഗുജറാത്തും മണിപ്പൂരും മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടാകുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. അവരെ മൗനം ഉപേക്ഷിക്കണം, അവർ വാതുറക്കണം, നിലപാടുകൾ വ്യക്തമാക്കണം. ഇതിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണം. ഇതിലെ വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഗവൺമെന്റ് ഉപേക്ഷിക്കണം. ആവർത്തിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിക്രമങ്ങൾ നടക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ മൗനം വെടിയണം. വാദിയെ പ്രതിയാക്കുന്ന സമീപനം ഒഴിവാക്കണം. പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടാണ് ബിജെപി സർക്കാരുകൾ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നിയമവിരുദ്ധമാണ്, മനുഷ്യത്വരഹിതമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളിൽ ബിജെപി ഗവൺമെന്റ് സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാടുകളുടെ പ്രകടമായിട്ടുള്ള തെളിവാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കാര്യത്തിൽ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്നു. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ്. തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ നടപടിയെടുത്തത് കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ്. നടപടിയെടുത്തതിൽ തർക്കമില്ല. MP ശശി തരൂരിനെതിരെ നടപടിയെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ. തരൂരിനെതിരെ പരാതി KPCCക്ക് വന്നിട്ടില്ല. കോൺഗ്രസിലെ എടുത്തിട്ടുള്ള നിലപാടുകൾക്ക് യാതൊരു വിമർശനവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പൊതുവായിട്ടുള്ള സ്വീകാര്യതയുള്ള നിലപാടുകൾ തന്നെയാണ്. ശശി തരൂരിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ശശി തരൂര് ഞങ്ങൾക്കെല്ലാം അറിയാം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കേണ്ട ഒരു കേസും എന്റെ മുമ്പിൽ വന്നിട്ടില്ല. അല്ല, ഗാന്ധി കുടുംബത്തെ, നെഹ്റു കുടുംബത്തെ It is up to the Congress High Command to decide, not me. MP രാജേഷ് പറഞ്ഞത് ഈ മോദിയെ പുകഴ്ത്തിയാൽ നടപടിയില്ല, പകരം LDF സർക്കാരിനെ ഒന്ന് പിന്തുണച്ചാൽ നടപടി എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. രാഷ്ട്രീയ ആരോപണമാണ്. ആരാണ് മോഡിയെയും RSSനെയും പിന്തുണച്ചതും പിന്തുണ തേടിയതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗോവിന്ദ മാഷോട് രാജേഷ് സംസാരിക്കട്ടെ. RSS പരിപാടിയിൽ VC മാർ പങ്കെടുത്ത സംഭവം പ്രതിഷേധാർഹമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.